ഓം നമോ നാരായണായ. ആറാം ദിവസത്തെ വായനയിലേക്ക്. ആധ്യാത്മരാമായണം അയോധ്യാകാന്ഡം അഭിഷേക വിഘ്നമാണ് വായിക്കുന്നത്. സത്യസന്ധനായ ദശരഥ രാജാവ് തൻ്റെ പുത്രനായ ശ്രീരാമന്റെ പട്ടാഭിഷേകം നടത്തുവാൻ തീർച്ചയാക്കി. മക്കളോട് വലിയ സ്നേഹമുള്ള ആളായതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷത്തോടെ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹമായിരുന്നു അത്. രാമൻ കാട്ടിലേക്ക് പോയില്ലെങ്കിൽ രാവണാവധം നടക്കില്ല എന്നതുകൊണ്ട് ദേവന്മാർ സരസ്വതിയോട് പറയുന്നു, അങ്ങ് അഗ്നിയിൽ വ്യർത്ഥമായി വസിക്കുകയാണല്ലോ, ഞങ്ങളുടെ ഈ സങ്കടം നീക്കി അനുഗ്രഹിക്കണം. ദയാലുവായ ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയപത്നിയായ കൈകേയിയെ ഉന്നത സ്ഥാനം നൽകി സ്നേഹിക്കുന്നവനാണ്. രാമാഭിഷേകം ഭംഗിയായി നടത്താനായി എല്ലാം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ദേവന്മാരെല്ലാം ഒന്നിച്ച് ചിന്തിച്ച് സരസ്വതി ദേവിയോട് ഇങ്ങനെ അപേക്ഷിച്ചു: ലോകമാതാവായ സരസ്വതി ദേവി, അങ്ങ് വേഗത്തിൽ അയോധ്യയിലേക്ക് എഴുന്നള്ളണം. ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് തടസ്സം വരുത്തുവാൻ ആലോചിച്ച് നോക്കിയാൽ മറ്റാരുടെയും നാവിന് സാധിക്കില്ല. അതുകൊണ്ട് ദുഷ്ടയായ മന്ദരയുടെ നാവിൽ അങ്ങ് വസിച്ച് അവളെ കൊണ്ട് ദുർബുദ്ധി പറയിപ്പിക്കണം. തുടർന്ന് കൈകേയിയുടെ മനസ്സിലും വിരോധമുണ്ടാക്കി അവളെ കൊണ്ട് പട്ടാഭിഷേകത്തെ എതിർപ്പിച്ചു തുടങ്ങണം. അത് ചെയ്തു കഴിഞ്ഞാൽ ദേവലോകത്തേക്ക് മടങ്ങിയെത്താം എന്ന് ദേവന്മാർ അപേക്ഷിച്ചതിനെ തുടർന്ന് സരസ്വതി ദേവിയും ദേവകാര്യം സാധിക്കുന്നതിനായി മന്ദരയുടെ വായിൽ ചെന്ന് വസിച്ചു. ആ സമയത്ത് 3 വളവുകളുള്ള കൂനിയായ മന്ദര മനസ്സിൽ ദുഷ്ടചിന്ത ഉറപ്പിച്ച് കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറി. വേഗത്തിൽ അടുത്തു വന്ന മന്ദരയെ കണ്ടപ്പോൾ കൈകേയി അവളോട് ചോദിച്ചു: മന്ദരേ, നീ പോയി നോക്കൂ, രാജ്യത്തെല്ലാം എന്തിനാണ് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത്? മന്ദര പറഞ്ഞു: താമരക്കണ്ണനായ ശ്രീരാമന് നാളെ തീർച്ചയായും പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ്. മന്ദഭാഗ്യവതിയായ മൂഢേ, വലിയ അഹങ്കാരിയായ സ്ത്രീയെ, നീ ഇതൊന്നും അറിയാതെ എപ്പോഴും കിടന്നുറങ്ങുകയാണല്ലോ. നിനക്ക് വലിയൊരു ആപത്ത് വന്നെത്തിക്കഴിഞ്ഞു. നിന്നെ സഹായിക്കാൻ ഇവിടെ ഒരു ബന്ധുവുമില്ലെന്ന് ഉറപ്പ്. സുന്ദരിമാരായ സ്ത്രീകളുടെ മകുടരത്നമേ, നാളെ തന്നെ രാമന്റെ പട്ടാഭിഷേകമാണ്. മന്ദര പറഞ്ഞത് കേട്ട് കൈകേയി വിഭ്രമത്തോടെ അവളെ ആദരിക്കുകയും മനോഹരമായ സ്വർണപാദസരം വളരെ സന്തോഷത്തോടെ മന്ദരയ്ക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. കൈകേയി പറഞ്ഞു: എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന ഈ സമയത്ത് ഏതുതരം സങ്കടമാണ് വന്നു ഭവിച്ചതെന്ന് നീ പറയാൻ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ചിന്തിച്ചു നോക്കിയാൽ സങ്കടപ്പെടാൻ ഇവിടെ ഒരു കാരണവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട രാമനോളം സ്നേഹം എൻ്റെ മനസ്സിൽ മറ്റാരോടും ഇല്ലെന്ന് നീ മനസ്സിലാക്കുക. അതുമാത്രമല്ല, സ്വന്തം മകനായ ഭരതനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് രാമനോടാണുള്ളത്. രാമന് സ്വന്തം അമ്മയായ കൗസല്യയേക്കാൾ കൂടുതൽ സ്നേഹം എന്നോടുമുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. രാമൻ എന്നോടുള്ള ഭക്തിയും വിശ്വാസവും ബഹുമാനവും മറ്റാരോടുമില്ലെന്ന് നീ മനസ്സിലാക്കണം. നല്ല വസ്തുക്കളെല്ലാം എൻ്റെ മകനായ രാമൻ ആദ്യം എനിക്ക് തന്നതിന് ശേഷമേ മറ്റുള്ളവർക്ക് നൽകാറുള്ളൂ. എനിക്കിഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും അവൻ പറയാറില്ല. അവൻ എന്നോട് യാതൊരു വ്യത്യാസവും ഇല്ല. തളർച്ചയില്ലാതെ യാതൊരു മടിയുമില്ലാതെ അവൻ എന്നെ എപ്പോഴും സ്നേഹത്തോടെ ശുശ്രൂഷിക്കാറുണ്ട്. ഹേ മൂടേ, നിനക്ക് രാമനിൽ നിന്നും എന്തെങ്കിലും പേടിയുണ്ടാകാൻ എന്താണ് കാരണം? എൻ്റെ മകൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. മനസ്സിൽ ആരോടും ശത്രുതയില്ലാത്തവനും ശാന്തനും ദയാലുവുമാണവൻ. കൈകേയിയുടെ വാക്കുകൾ കേട്ട് മനസ്സിൽ വ്യാകുലതയോടെ മന്ദര വീണ്ടും പറഞ്ഞു: ഹേ പാപിയായ സ്ത്രീയെ, വലിയൊരു ഭയത്തിന് കാരണമുണ്ട്. നീ കേൾക്കൂ. രാജാവ് നിന്നെ വഞ്ചിച്ചത് നീ അറിഞ്ഞില്ലേ? രാജാവ് തൻ്റെ മകനായ ഭരതനെയും അവൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ശത്രുഘ്നെയും അമ്മാവനായി കാണാനായി ദൂരേക്ക് അയച്ചത് തന്നെ മനസ്സിൽ ഇങ്ങനെയൊരു കുതന്ത്രം ഉറപ്പിച്ചുകൊണ്ടാണ്. രാമന് രാജ്യാഭിഷേകം നടത്തുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സകല സുഖങ്ങളും ലക്ഷ്മണന് ലഭിക്കുമെന്ന് ഉറപ്പാണ്. ലക്ഷ്മണന്റെ അമ്മയായ സുമിത്രയ്ക്കാണ് ഭാഗ്യം. എന്നാൽ നിർഭാഗ്യവതിയായ നീ നിത്യവും ദാസിയായി കൗസല്യയെ പരിചരിച്ചു കഴിയേണ്ടി വരും. കൗസല്യയുടെ മകനായ രാമനെ നിന്റെ മകൻ ഭരതനും സേവിച്ച് ജീവിക്കേണ്ട അവസ്ഥയും വരും. നിന്റെ മകൻ ഭരതന് ഇനി യാതൊരു രാജ്യഭരണാധികാരവും ലഭിക്കുമെന്ന് നീ വിചാരിക്കേണ്ട. അവനെ നാട്ടിൽ നിന്നും പുറത്താക്കിയെന്നും വരാം. അല്ലെങ്കിൽ യാതൊരു മടിയുമില്ലാതെ അവനെ കൊന്നുകളഞ്ഞെന്നും വരാം. രണ്ടാം അമ്മയുടെ മക്കളിൽ നിന്നുള്ള കൗസല്യയുടെയും രാമന്റെയും ഈ അപമാനം സഹിച്ചുകൊണ്ട്
ദുഃഖത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നിനക്ക് നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം, നീ കേൾക്കൂ. നിനക്കിപ്പോൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ താല്പര്യവും ധൈര്യവും ഉണ്ടെങ്കിൽ രാജാവ്, അതായത് ദശരഥൻ, നിന്റെ മകനായ ഭരതനെ തന്നെ രാജാവായി വാഴിക്കും. രാമന് 14 വർഷത്തെ കാട്ടുവാസവും രാജാവിന്റെ കൽപ്പനയാൽ വാങ്ങി നൽകണം. അതിലൂടെ രാജ്യം മുഴുവൻ ഭരതന്റെ കൈകളിൽ വന്നു ചേരും. വലിയ കീർത്തിയോടെ നിനക്ക് ഇവിടെ വാണുവാഴാം. അതിനായി ചെയ്യേണ്ട ഒരു തന്ത്രവും ഉപായവും ഞാൻ പറഞ്ഞു തരാം. പ്രാണന് തുല്യയായ കൈകേയി നിനക്ക് ഞാൻ പറഞ്ഞു തരാം. പണ്ട് ദേവാസുര യുദ്ധമുണ്ടായ സമയത്ത് ദശരഥ മഹാരാജാവ് സുഹൃത്തായ ഇന്ദ്രൻ സഹായം അപേക്ഷിച്ചതുകൊണ്ട് വില്ലും അമ്പുകളും എടുത്ത് തന്റെ സൈന്യത്തോടൊപ്പം രഥത്തിലേറിപ്പോയിരുന്നു. നിന്നോടൊപ്പം ദേവലോകത്ത് ചെന്ന് തയ്യാറാക്കിയ അസുരന്മാരോട് യുദ്ധം ചെയ്തപ്പോൾ രഥത്തിന്റെ അച്ചുതാണി ഒടിഞ്ഞുപോയി. പക്ഷെ യുദ്ധത്തിനിടയിൽ ദശരഥ രാജാവ് അത് അറിഞ്ഞതുമില്ല. വേഗത്തിൽ ആ അച്ചുതാണിയുടെ ദ്വാരത്തിൽ നിന്റെ കൈവിരൽ കടത്തിവെച്ച് ധൈര്യത്തോടെ നീ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനായി അത്ഭുതകരമായ യുദ്ധം കഴിയുന്നതുവരെ അവിടെ തന്നെ നിന്നു. ശത്രുക്കളെ വധിച്ച് രാജാവും യുദ്ധം അവസാനിപ്പിച്ച ആ സമയത്ത് നിന്റെ ആ പ്രവൃത്തി കണ്ട് വലിയ സന്തോഷത്തോടെ നിന്റെ തളിരു പോലത്തെ ശരീരത്തെ കെട്ടിപ്പുണർന്ന് പുഞ്ചിരിയോടെ രാജാവ് നിന്നോട് പറഞ്ഞു, യോജിച്ചു നോക്കിയാൽ നിന്റെ പ്രവൃത്തി വളരെ വിസ്മയകരമാണ്. നീ എൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് 2 വരങ്ങൾ തരാം. നീ ആ വരങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊള്ളുക. ഭർത്താവിന്റെ വാക്ക് കേട്ട ആ സമയത്ത് നീ വലിയ സന്തോഷത്തോടെ അന്ന് രാജാവിനോട് പറഞ്ഞു, എനിക്ക് തന്ന 2 വരങ്ങളും വളരെ ആദരവോടെ അങ്ങയിൽ തന്നെ നീ സൂക്ഷിക്കുക. ഞാൻ ആവശ്യമുള്ള ഒരു സമയത്ത് അപേക്ഷിച്ച് ചോദിക്കുമ്പോൾ യാതൊരു കുറവും തടസ്സവും വരുത്താതെ തന്നാൽ മതി. അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള 2 വരങ്ങളും ഇപ്പോൾ നീ യാതൊരു മടിയുമില്ലാതെ ചോദിച്ച് വാങ്ങിക്കൊള്ളണം. പണ്ടേ സംഭവിച്ച ഈ കാര്യം ഞാനും മറന്നുപോയിരുന്നു. എന്നാൽ ഈശ്വരേച്ഛയാൽ ഇപ്പോൾ അത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇനി ധൈര്യത്തോടെ വേഗത്തിൽ കോപഗൃഹത്തിൽ പ്രവേശിച്ച് ദേഷ്യത്തോടെ കിടക്കുക. അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അഴകുള്ള കറുത്ത മുടി അഴിച്ചിട്ട് മനോഹരമായ ശരീരം മുഴുവൻ പൊടിയണിഞ്ഞ് അഴുക്ക് പിടിച്ച വസ്ത്രത്തോടെ നിലത്തു തന്നെ കിടന്ന് കണ്ണീർ കൊണ്ട് മുഖവും മാറിടവും നന്നായി നനച്ച് ഭയങ്കരമായി കരഞ്ഞുകൊണ്ട് രാജാവിനോട് ആ 2 വരങ്ങളും അപേക്ഷിച്ചു വാങ്ങുക. രാജാവ് സത്യം ചെയ്തു തന്നാൽ മാത്രം മനസ്സുറപ്പിക്കുക. മന്ദര പറഞ്ഞതുപോലെ തന്നെ അതിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ കൈകേയി ചെന്ന് ഇതെല്ലാം തനിക്ക് നല്ലതിനാണെന്ന് ഉറപ്പിച്ച് മനസ്സിലെ ദുർബുദ്ധിയാൽ കോപഗൃഹത്തിൽ പോയി കിടന്നു. അതിനു മുൻപ് കൈകേയി മന്ദരയോട് പറഞ്ഞു, ഇനി രാമൻ കാട്ടിലേക്ക് പോകുന്നതുവരെയും ഞാൻ ഇവിടെ തന്നെ കിടക്കും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ കളയുമെന്ന് ഉറപ്പ്. ഭൂമിയെ സംരക്ഷിക്കാനായി ഇന്ന് ഭരതന് രാജാവ് പട്ടാഭിഷേകം നടത്തി നൽകുകയാണെങ്കിൽ നിന്റെ സുഖജീവിതത്തിനായി സന്തോഷത്തോടെ നൽകുവാൻ 100 ഗ്രാമങ്ങൾ ഞാൻ തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മന്ദര പറഞ്ഞു, ഈ തീരുമാനത്തിന് യാതൊരു മാറ്റവും വരുത്തരുത്. നീ മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായും നടക്കും എന്ന് പറഞ്ഞ് മന്ദര അവിടെ നിന്നും പോയി. തുടർന്ന് രാജ്ഞിയായ കൈകേയി മന്ദര പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. വളരെ ശാന്തനും ദയാലുവും നന്മകൾ നിറഞ്ഞവനും നല്ല ആചാരങ്ങൾ പാലിക്കുന്നവനും നീതിമാനുമായ രാജാവ് ഗുരുവിന്റെ വാക്കുകൾ അനുസരിക്കുന്നവനും നല്ല സ്വഭാവമുള്ളവനും മനസ്സിൽ ശുദ്ധിയുള്ളവനും വിദ്യ അഭ്യസിക്കുന്നതിൽ താല്പര്യമുള്ളവനും ഉത്തമനായ ഒരു വ്യക്തിയാണെങ്കിലും ദുഷ്ടന്മാരുമായുള്ള കൂട്ടുകെട്ട് കാരണം കാലക്രമേണ നല്ല ആളുകളാൽ നിന്ദിക്കപ്പെട്ടവനായി തീർന്നതും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദുഷ്ടന്മാരുമായുള്ള സമ്പർക്കം വളരെ ദൂരേക്ക് ഒഴിവാക്കുക തന്നെ. നല്ല ആളുകൾ വളരെ ശ്രദ്ധിച്ച് ഉപേക്ഷിക്കേണ്ടതാണ്. കരിയോ കൺമിഷിയോ പറ്റിയാൽ സ്വർണം പോലും തിളക്കമില്ലായ്മയായി മാറും. എന്നാൽ ദശരഥ രാജാവ് ആദരവോടെ താമരക്കണ്ണനായ ശ്രീരാമന്റെ മംഗളകരമായ പട്ടാഭിഷേകത്തിന്റെ കാര്യങ്ങൾ മന്ത്രിമാർ മുതലായ പ്രമുഖരോട് സംസാരിച്ചേൽപ്പിച്ചതിനു ശേഷം അന്തഃപുരത്തിലേക്ക് കടന്നു ചെന്നു. ആ സമയത്ത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായ തൻ്റെ ഭാര്യയായ കൈകേയിയെ അവിടെ കാണാത്തതിനെ തുടർന്ന് വളരെ വിഷമത്തോടെ ആ രാജാവ് തൻ്റെ മനസ്സിൽ ഇപ്രകാരം വിചാരിച്ചു, ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് മുൻപൊക്കെ അവൾ പുഞ്ചിരിയോടെ എൻ്റെ അടുത്തേക്ക് വരാറുള്ളതാണല്ലോ. സുന്ദരിയായി അവൾ എന്നെ എവിടെ പോയി? അവളുടെ അഭാവത്തിൽ എൻ്റെ മനസ്സിലെ സന്തോഷമെല്ലാം കുറഞ്ഞു പോവുകയാണല്ലോ.
ദാസികളെ, നിങ്ങൾ പറയൂ, നിങ്ങളുടെ യജമാനിയായ മനോഹരമായ ശരീരത്തോടു കൂടിയ കൈകേയി എവിടെയാണ് പോയത്? രാജാവ് ഇപ്രകാരം ചോദിച്ചപ്പോൾ രാജ്ഞിയുടെ തോഴിമാരും ദാസികളും പറഞ്ഞു, അവിടുന്ന് കോപഗ്രഹത്തിൽ ക്രോധാലയം പ്രവേശിച്ചിരിക്കുകയാണ് പ്രഭു. കാരണം എന്താണെന്ന് ഞങ്ങൾ യാതൊരു അറിവുമില്ല രാജാവേ. അങ്ങ് അവിടെ ചെന്ന് ദേവിയുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. അത് കേട്ട് ഭയത്തോടെ രാജാവ് അവളുടെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നിരുന്നു. പതുക്കെ പതുക്കെ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, പ്രിയേ, ഹേ സുന്ദരി, എന്റെ പ്രിയപ്പെട്ടവളെ, ഇതെന്താണെന്ന് എന്നോട് പറയൂ. ഹേ നാഥ, വെറും നിലത്ത് ശരീരം മുഴുവൻ പൊടിയണഞ്ഞ് വലിയ വിഷമത്തോടെ നീ ഇങ്ങനെ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിന് സന്തോഷം തരുന്ന സൗന്ദര്യമുള്ളവളെ, നല്ല ഗുണമുള്ളവളെ, നിനക്ക് ഇങ്ങനെ സങ്കടമുണ്ടാകാൻ കാരണം എന്താണെന്ന് എന്നോട് പറയൂ. എന്റെ ജനങ്ങളിൽപ്പെട്ട ആരും തന്നെ നിനക്ക് ഇഷ്ടമില്ലാത്തത് ഒന്നും ചെയ്യില്ലെന്ന് തീർച്ചയാണ്. സ്ത്രീകളോ പുരുഷന്മാരോ ആകട്ടെ, നിന്നോട് ആരാണ് തെറ്റ് ചെയ്തത് പ്രിയപ്പെട്ടവളെ? അവർ ശിക്ഷിക്കപ്പെടേണ്ടവനോ വധിക്കപ്പെടേണ്ടവനോ ആവട്ടെ, ആ ശിക്ഷ നൽകാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല. ആലോചിച്ചു നോക്കിയാൽ എത്രയോ ദരിദ്രനായ ഒരുവനെ നിനക്ക് വേണമെങ്കിൽ അവനെ ഞാൻ ഒരു വലിയ ധനികനാക്കി മാറ്റാം. അഥവാ എത്ര വലിയ ധനികനായ ഒരുവനോടാണോ നിനക്ക് ദേഷ്യമുള്ളത്, അവനെ ഞാൻ വൻ ദരിദ്രനാക്കി മാറ്റുകയും ചെയ്യാം. വധിക്കപ്പെടേണ്ട ഒരുവനെ കൊല്ലപ്പെടാത്തവനാകും. വധിക്കപ്പെടേണ്ട ഒരുവനെ കൊല്ലാനും എനിക്ക് സാധിക്കുവാനാകും. തീർച്ചയായും എൻ്റെ ജീവിതം മുഴുവൻ നിന്റെ നിയന്ത്രണത്തിലാണ്. ഹേ മാനിനി, നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എന്താണ് കാരണം? എൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടവനായ എൻ്റെ മകനായ രാമൻ ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അങ്ങനെയുള്ള എൻ്റെ മകനായ രാമൻ നല്ല സ്വഭാവത്തോടു കൂടി ആ ശ്രീരാമനെ തന്നെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. ഹേ ശ്രീരത്നമേ, നിന്റെ ഇഷ്ടമെന്താണോ അത് ഞാൻ ചെയ്തു തരാം. എന്നെ ഇനിയും ഇങ്ങനെ സങ്കടപ്പെടുത്തരുത് എൻ്റെ പ്രിയപ്പെട്ടവളെ. ഇപ്രകാരം ദശരഥ രാജാവ് കൈകേയിയോട് സത്യം ചെയ്തു പറഞ്ഞു. കേട്ട് മനസ്സിൽ തെളിഞ്ഞവളായി അവൾ തൻ്റെ കണ്ണുനീരെല്ലാം തുടച്ച് രാജാവിനെ വന്ദിച്ച് രാജാവിനോട് മെല്ലെ പറയുവാൻ തുടങ്ങി. സത്യം പാലിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്ന അങ്ങ് എനിക്ക് സത്യം ചെയ്തു തന്നത് സത്യമാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ പറയാം. അങ്ങ് ആ സത്യവാക്കിനെ വ്യർത്ഥമാക്കരുത് രാജാവേ. എന്നാൽ ഒന്ന് കേൾക്കൂ. പണ്ട് ദേവാസുര യുദ്ധത്തിൽ അങ്ങയുടെ ആപത്ത് തീർത്ത് ഞാൻ അങ്ങയെ രക്ഷിക്കുകയുണ്ടായി. അന്ന് വലിയ സന്തോഷത്തോടെ അങ്ങ് എൻ്റെ ആഗ്രഹപ്രകാരം 2 വരങ്ങൾ തന്നിരുന്നുവല്ലോ. ആവശ്യമുള്ള ദിവസം ഞാൻ അപേക്ഷിച്ച് ചോദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ആ വരങ്ങൾ അങ്ങയിൽ തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ 2 വരങ്ങളും എനിക്കിന്ന് ചോദിച്ചു വാങ്ങുവാൻ ആഗ്രഹമുണ്ട് രാജാവേ. അതിൽ ഒന്നാമത്തെ വരം അങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്ന രാജ്യാഭിഷേകം ഇന്ന് എൻ്റെ മകനായ ഭരതന് ചെയ്തു നൽകണം എന്നതാണ്. 2ാമത്തെ വരം രാമൻ കാട്ടിലേക്ക് വനവാസത്തിന് ഇപ്പോൾ തന്നെ പോകണം എന്നുള്ളതുമാണ്. രാജകുമാരനായ രാമൻ ജടയും മരവുരിയും ധരിച്ച് തപസ്വിയുടെ വേഷവും ധരിച്ച് കാട്ടിനുള്ളിൽ 14 വർഷക്കാലം രാമൻ ജീവിക്കണം. കാട്ടിലെ കിഴങ്ങുകളും പഴങ്ങളും മാത്രം കഴിച്ച് കഴിയണം രാജാവേ. ഈ രാജ്യം ഭരിക്കുവാനായി ഭരതൻ വന്നെത്തണം. രാമനാകട്ടെ നാളെ പ്രഭാതത്തിൽ തന്നെ കാട്ടിലേക്ക് പോവുകയും വേണം. ഈ 2 വരങ്ങളും എനിക്ക് തരിക, അല്ലാത്ത പക്ഷം ഇന്ന് എൻ്റെ മരണം ഉറപ്പാണ് എന്ന് കൈകേയി പറഞ്ഞത് കേട്ടപ്പോൾ ദശരഥ രാജാവ് ബോധം കെട്ട് നിലത്തു വീണു. വജ്രായുധമേറ്റ് പർവ്വതം ഭൂമിയിൽ നിലം പതിച്ചതുപോലെ പെട്ടെന്ന് മനസ്സ് തകർന്ന രാജാവ് നിലത്ത് വീണ് കുറച്ചു സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ കണ്ണുനീരൊഴുകി വിറച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, അയ്യോ, സഹിക്കാൻ കഴിയാത്ത ഈ വാക്കുകൾ എനിക്ക് കേൾക്കാനാവുന്നില്ലല്ലോ. കഷ്ടം, ഞാൻ ഇവിടെ വല്ല ദുർസ്വപ്നവും കാണുകയാണോ? എനിക്ക് പെട്ടെന്ന് വല്ല ഭ്രാന്തും പിടിച്ചതാണോ? അതോ എൻ്റെ മരണസമയം അടുത്തു വന്നതാണോ? ശിവനെ, ദൈവമേ, ഇതെന്തൊരു വിധിയാണ്! താമരക്കണ്ണ, പരബ്രഹ്മ സ്വരൂപിയായ ഭഗവാനെ, ഒരു പെൺപുലിയെപ്പോലെ അടുത്തൊങ്ങി വസിക്കുന്ന ദുർബുദ്ധിയായ കൈകേയിയെ നോക്കി ഭയത്തോടെ ദശരഥ രാജാവ് നെടുവീർപ്പോടെ ഇപ്രകാരം പറഞ്ഞു, ഹേ ഭദ്രേ, നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? രാമൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ പ്രാണനെ പോലും ഇല്ലാതാകുന്ന ഈ വാക്ക് നീ ഇപ്പോൾ പറയുവാൻ എന്താണ് കാരണം? രാമന്റെ നല്ല ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് മുൻപൊക്കെ നീ എന്നോട് സംസാരിച്ചിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തമ്മിൽ മനസ്സിൽ യാതൊരു വ്യത്യാസവും കാണാറില്ല എന്ന് നീ മുൻപൊക്കെ നീ പറഞ്ഞിരുന്നല്ലോ. നിനക്കിപ്പോൾ ഇങ്ങനെയൊരു ദുർബുദ്ധി തോന്നാൻ കാരണം എന്താണ്? നിന്റെ മകനായ ഭരതന് ഞാൻ രാജ്യം തരാമല്ലോ. പുണ്യവതിയായ സ്ത്രീയെ രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടോ?
രാമനിൽ നിന്ന് നിനക്ക് യാതൊരു ഭയവും ഉണ്ടായില്ല. ഭരതൻ ഈ രാജ്യത്തിന്റെ രാജാവായിരുന്നാലും ശരി. എന്തൊരു വിധിയാണിത് എന്നും പറഞ്ഞ് കരഞ്ഞു വരിഞ്ഞ് ദശരഥ രാജാവ് ഉടനെ കൈകേയിയുടെ കാൽക്കൽ വീണു. എന്നാൽ കൈകേയി കണ്ണുകൾ ചുവപ്പിച്ച് ചക്രവർത്തിയായ ദശരഥനോട് പറയുവാൻ തുടങ്ങി. ഹേ രാജാവേ, അങ്ങേക്ക് ഭ്രാന്ത് പിടിച്ചതാണോ? എന്തുകൊണ്ടാണ് ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഭയങ്കരമായ നരകങ്ങളിൽ ചെന്ന് വീഴും അങ്ങ് സത്യം പാലിക്കാതെ അസത്യവാക്ക് പറയുകയാണെങ്കിൽ. താമരക്കണ്ണനായ ശ്രീരാമൻ നാളെ പ്രഭാതത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ കാട്ടിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കളയും. അങ്ങയുടെ മുന്നിൽ വെച്ച് തന്നെ ജീവൻ എടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഭൂമിയിലെ രാജാവായ ദശരഥൻ വലിയ സത്യസന്ധനാണ് എന്ന അങ്ങയെക്കുറിച്ചുള്ള വലിയ പ്രശസ്തി അങ്ങ് കാത്തു സൂക്ഷിക്കണം. ധർമ്മത്തിന്റെ നല്ല വഴിയെ ഉപേക്ഷിച്ചതു കാരണം അങ്ങ് നരകയാതന അനുഭവിക്കുന്ന അവസ്ഥ വരരുത്. ശ്രീരാമന്റെ പേരിൽ അങ്ങ് ചെയ്ത ആ സത്യവും അങ്ങ് വെറുതെ അസത്യമാക്കി മാറ്റരുതേ രാജാവേ. കൈകേയിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത പിടിവാശിയും രാമനുമായി വെറുപിറിയേണ്ടി വരുന്ന അവസ്ഥയും ഓർത്ത് സങ്കടക്കടലിൽ മുങ്ങിയവനായി മഹാസങ്കടത്തോടെ രാജാവ് വീണ്ടും ബോധം കെട്ട് നിലത്തു വീണു. പിന്നീട് ഉണർന്നിരുന്നു കിടന്നു തൻ്റെ മകനായ രാമനെക്കുറിച്ച് മാത്രം ഓർത്ത് കരഞ്ഞും പറഞ്ഞും എപ്പോഴും രാമ 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 എന്ന് വിറങ്ങലിച്ച് വിളിച്ച് വിലപിച്ചുകൊണ്ട് 1 വർഷത്തോളം നീണ്ടതുപോലെ ആ രാത്രി കടന്നുപോയി. സൂര്യോദയ സമയമായപ്പോൾ സ്തുതിപാഠകരും ഗായകരുമെല്ലാം അവിടെ ചെന്നു. മംഗളവാദ്യങ്ങളും സ്തുതിഗീതങ്ങളും ജയവിളികളുടെയും സംഗീത ആലാപനങ്ങളുടെയും ഒച്ചയാൽ രാജാവിന്റെ പള്ളി ഉണർത്തുവാൻ ശ്രമിച്ച ആ സമയത്ത് മനസ്സിലുണ്ടായ ദേഷ്യത്തോടെ കൈകേയി അവരെ വേഗത്തിൽ അവിടെ നിന്നും തടഞ്ഞു നിർത്തി. അവരും ഇത് കണ്ട് അത്ഭുതത്തോടെയും ഭയത്തോടെയും തിരിച്ചു നിന്നു. ആ സമയത്ത് ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന്റെ ആഘോഷങ്ങൾ കാണാനായി നഗരമെല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ബ്രാഹ്മണരും ഭൂമിദേവന്മാരും രാജാക്കന്മാരും ഭൂമിപാലന്മാരും ജനങ്ങളായി വൈശ്യരും ശുദ്രനും ഉൾപ്പെടുന്ന മറ്റു സാധാരണക്കാരും തപസ്വികളുടെ കൂട്ടവും പെൺകുട്ടികളുടെ സംഘവും എല്ലാം അവിടെ തടിച്ചുകൂടി. ഭംഗിയുള്ള വെള്ളക്കൊറ്റക്കുടകളും ചാമരവും കൈവിശറിയും കോടികളും തോരണങ്ങളും സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള അലങ്കാര വസ്തുക്കളും ആനകളും കുതിരകളും രഥങ്ങളും കാലാൾപ്പടയും ദേവന്മാരും നാട്ടുകാരായ പൗരജനങ്ങളും സ്വർണവും രത്നങ്ങളും തിളങ്ങുന്ന വിശിഷ്ടമായ ദിവ്യ സിംഹാസനവും സ്വർണക്കുടങ്ങളും പുലിത്തോലും തുടങ്ങി വസിഷ്ഠ മഹർഷി ആവശ്യപ്പെട്ടതെല്ലാം യാതൊരു കുറവുമില്ലാതെ വേഗത്തിൽ തയ്യാറാക്കി വന്നു. സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ള നാട്ടുകാരെല്ലാം വലിയ സന്തോഷക്കടലിൽ മുങ്ങിയവരായി. രാത്രിയിൽ ഉറക്കം പോലും ഉപേക്ഷിച്ച് മനസ്സിൽ നിറഞ്ഞ പരമാനന്ദത്തോടു കൂടി കഴിഞ്ഞുകൂടി നമ്മുടെ ജീവനായ ശ്രീരാമകുമാരൻ ശുദ്ധമായ രത്നങ്ങൾ പതിച്ച കിരീടമണിഞ്ഞും കാതുകളിൽ മനോഹരമായ മണികുണ്ടലങ്ങൾ ധരിച്ചും ആ കാതണികളുടെ തിളക്കം തട്ടുന്ന മനോഹരമായ കവിൾത്തടങ്ങളോടും താമരയിതൾ പോലുള്ള ഭംഗിയുള്ള കണ്ണുകളോടും പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖത്തോടും നിലാവ് പോലെ സുന്ദരമായ പുഞ്ചിരിയോടും മുല്ലമുട്ട് പോലുള്ള പല്ലുകളോടും തെച്ചിപ്പൂവ് പോലത്തെ ചുവന്ന ചുണ്ടുകളോടും കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭഭരതനും മനോഹരമായ മാർവിടത്തോടും വയറോടും സന്ധ്യാമേഘത്തിന്റെ തുല്യമായ മഞ്ഞപ്പട്ടു വസ്ത്രത്തോടും ആ പട്ടു വസ്ത്രത്തിന് മുകളിൽ തിളങ്ങുന്ന സ്വർണ്ണ അരഞ്ഞാണത്തോടും മെലിഞ്ഞ അരക്കെട്ടോടും മാതംഗശ്രേഷ്ഠന്റെ തുമ്പിക്കൈ കൊണ്ട് നാണിച്ചു കുമ്പിടുന്നത് പോലുള്ള മനോഹരമായ തുടകളും ഗജശ്രേഷ്ഠന്റെ മസ്തകം പോലുള്ള മുട്ടുകളോടും കാമദേവന്റെ അമ്പുകൂടി പോലുള്ള കണങ്കാലുകളോടും ആമ പോലും കണ്ട് തോറ്റുപോകുന്ന ഭംഗിയുള്ള കാൽപാദത്തിന്റെ പുറംഭാഗത്തോടും താമരപ്പൂവിന് തുല്യമായി ഉള്ളങ്കാലുള്ളോടും ഇന്ദ്രനീലരത്നത്തിന്റെ പ്രഭയുള്ള തിരുശരീരത്തോടും മാല വളകൾ മോതിരങ്ങൾ തുടങ്ങിയ മനോഹരമായ ആഭരണ നിരകളെ അണിഞ്ഞും നാളെ പ്രഭാതത്തിൽ കാണാനാകുമല്ലോ. സ്വർണക്കുടകൾ, കാതുകളിൽ തിളങ്ങുന്ന മനോഹരമായ കാതണികൾ, താമര ഇതളുകൾ, ചന്ദ്രമണ്ഡലം, താമരയുടെ ശത്രുവായ ചന്ദ്രൻ, തെച്ചിപ്പൂവ്, കഴുത്ത്, മഞ്ഞപ്പെട്ട്, സ്വർണ്ണ അരഞ്ഞാണം, ആനകളിൽ ശ്രേഷ്ഠൻ, കാൽമുട്ട്, കാമദേവന്റെ അമ്പുകൂട്, ശ്രേഷ്ഠനായ ആമ, താമര, ഉള്ളങ്കാൽ, ഇന്ദ്രനീലക്കല്ല്, ഗജശ്രേഷ്ഠന്റെ കഴുത്തിൽ പ്രതാപത്തോടെയും വെൺകൊറ്റക്കൂട് പിടിച്ചിരിക്കുമ്പോൾ തന്റെ സഹോദരനായ ലക്ഷ്മണനോടൊപ്പം
ലക്ഷ്മി ദേവിയും നിവാസസ്ഥാനമായ ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടെ നമുക്ക് മുന്നിലിരുന്ന് വരുന്നത് ഇനി എപ്പോഴാണ് കാണാൻ കഴിയുക എന്ന് മനസ്സിന്റെ താളുകളിൽ കൊതിച്ചുകൊണ്ട് രാജകുമാരനായ ശ്രീരാമനെ പ്രഭാതത്തിൽ കാണാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച്, എന്നാൽ ഈ രാത്രിയാകുന്ന രാക്ഷസി കടന്നു പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച വലിയ വിഷമത്തോടെയും അതോടൊപ്പം രാമനെ കാണാനുള്ള ആകാംക്ഷയോടും കൂടി സൂര്യദേവനെ കാണാതെ കിഴക്കോട്ട് നോക്കിയും കാത്തിരുന്ന് സന്തോഷമാകുന്ന അമൃതക്കടലിൽ വീണ് മുങ്ങിയും വീണ്ടും പൊന്തിയും നഗരവാസികൾ വളരെ ആദരവത്തോടെ രാത്രി കഴിച്ചുകൂട്ടി. ആ സമയത്ത് സൂര്യൻ ഉദിച്ചുയർന്നു. എന്നാൽ രാജാവ് ഇതുവരെ ഉറക്കമുണർന്നില്ലല്ലോ. ഇതിന് കാരണം എന്തായിരിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ച് മെല്ലെ മെല്ലെ ആ സമയത്ത് ഉത്തമനായ മന്ത്രിയായ ചുമന്ത്രൻ വളരെ വേഗത്തിൽ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു. സൂര്യവംശത്തിൽ ജനിച്ചവനായ രാജാക്കന്മാർ ഇന്ദ്രനായ ശ്രേഷ്ഠ, അങ്ങേക്ക് വിജയം ഭവിക്കട്ടെ, ജയം ഭവിക്കട്ടെ. ഇപ്രകാരം രാജാവിനെ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്ത് എഴുന്നേറ്റ് വന്നിച്ചു നിന്ന ആ സമയത്ത് അങ്ങേയറ്റം വിഷമിച്ച് കണ്ണുനീരൊഴുക്കി നിലത്ത് തന്നെ കിടക്കുന്ന രാജാവിനെ മനസ്സിൽ വലിയ ആകുലതയോടെ ചുമന്ത്രർ കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം കൈകേയിയെ വിളിച്ചു. ദേവസ്ത്രീക്ക് തുല്യയായവളെ, മനസ്സിലെ പ്രിയ പത്നിയെ, ദേവി കൈകേയി, അങ്ങേക്ക് എപ്പോഴും വിജയം ഉണ്ടാവട്ടെ. ഭൂമിപാലകനായ രാജാവിന്റെ സ്വാഭാവിക അവസ്ഥയിൽ മാറ്റം വരുത്തുവാൻ കാരണം എന്താണെന്ന് പറയൂ. രാജാവിന്റെ പ്രിയപ്പെട്ടവളെ, എന്നോട് പറയൂ എന്ന് ചോദിച്ചത് കേട്ട് കൈകേയി ഉടനെ ചുമന്ത്രരോട് പറയുവാൻ തുടങ്ങി. രാജാവിന്റെ രാത്രിയിൽ ഉറക്കം ലഭിച്ചില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നത് കൊണ്ട് ആയതിനാൽ മനസ്സ് സ്വസ്ഥതയില്ലാത്ത രീതിയിലായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് സ്വതന്ത്രമില്ലാതെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് രാമ 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 എന്ന് ജപിക്കുകയും രാമനെക്കുറിച്ച് മാത്രം മനസ്സിൽ വിചാരിക്കുകയും തീരെ ഉറക്കമില്ലാത്ത രാത്രി കഴിച്ചുകൂട്ടിയതുകൊണ്ട് രാജാവ് അത്യധികം വിഷമത്തിലായിരിക്കുകയാണ്. രാമനെ കാണാതെ രാജാവിന് സങ്കടം മാറില്ല. അതുകൊണ്ട് വൈകാതെ ചെന്ന് രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. കൈകേയി പറഞ്ഞത് കേട്ട സുമന്ത്രർ ചോദിച്ചു, ഞാൻ ചെന്ന് രാജകുമാരനെ കൂട്ടിക്കൊണ്ടുവരാമല്ലോ. എങ്കിൽ രാജാവിന്റെ കൽപ്പന കേൾക്കാതെ ഞാൻ ഇവിടെ നിന്ന് താമരകണ്ണിയായ ദേവി എങ്ങനെയെന്ന് ഇറങ്ങിപ്പോവുക? അത് കേട്ട് രാജാവും പറഞ്ഞു, നീ തന്നെ ചെന്ന് രാമനെ വിളിച്ചുകൊണ്ടുവരൂ. സുന്ദരനായ രാജകുമാരനാകുന്ന എൻ്റെ മകന്റെ മുഖം എനിക്ക് വൈകാതെ കാണണം. അത് കേട്ടപാടെ സുമന്ത്രർ തിടുക്കത്തിൽ പോയി കൗസല്യപുത്രനായ രാമനോട് പറഞ്ഞു, പിതാവ് അങ്ങയെ ദാ വിളിക്കുന്നു. വളരെ ആദരവോടെ വൈകാതെ തന്നെ അവിടേക്ക് എഴുന്നള്ളിയാലും ഉത്തമനായ മന്ത്രിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ ഒട്ടും താമസിക്കാതെ അദ്ദേഹത്തോടൊപ്പം ലക്ഷ്മണനോടൊപ്പം രഥത്തിൽ കയറി സ്നേഹത്താൽ വിവശനായിരിക്കുന്ന പിതാവ് കഴിയുന്ന കൊട്ടാരത്തിൽ ചെന്ന് പിതാവിന്റെ താമരപാദങ്ങളെ വന്ദിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു. രാമനെ അടുത്തെത്തി ചേർത്ത് പിടിച്ച് പുണരുവാൻ ആലിംഗനം ചെയ്യുവാൻ രാജാവ് വേഗത്തിൽ വലിയ പരിഭ്രമത്തോടെയും സ്നേഹത്തോടെയും കൂടെ കൈകൾ നീട്ടിയ ആ സമയത്ത് സഹിക്കാനാവാതെ സങ്കടത്താൽ ബോധം കെട്ട് രാജാവ് നിലത്തു വീണു. രാമ രാമ എന്ന് വിളിച്ച് ബോധം കെട്ട് വീണ രാജാവിനെ കണ്ട് വേഗത്തിൽ ശ്രീരാമൻ പിതാവിനെ ചെന്ന് കെട്ടിപ്പുണർന്ന് എഴുന്നേൽപ്പിച്ചു. ആദരവോടെ തന്റെ മടിയിൽ കിടത്തി. അന്തഃപുരത്തിലെ സ്ത്രീകൾ ഇത് കണ്ടതിനെ തുടർന്ന് വലിയ സങ്കടത്തോടെ നിലവിളിക്കുവാൻ തുടങ്ങി. ആ കരച്ചിൽ കേട്ട വസിഷ്ഠ മഹർഷിയും സങ്കടം നിറഞ്ഞ ആ കൊട്ടാരത്തിലേക്ക് വേഗത്തിൽ പ്രവേശിച്ചു. ആ സമയത്ത് ശ്രീരാമദേവൻ അവസ്ഥ എന്താണെന്നറിയുവാൻ ചോദിക്കുവാൻ തുടങ്ങി. പിതാവിന്റെ ഈ വലിയ സങ്കടത്തിന് കാരണം എന്താണെന്ന് കാര്യങ്ങൾ അറിയാവുന്നവർ സത്യം എന്താണെന്നും പറയൂ എന്ന് രാമൻ ചോദിച്ച ആ നിമിഷം കൈകേയി പറയുവാൻ തുടങ്ങി. നിന്റെ പിതാവിന്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ്. മനുഷ്യർക്ക് ലോകത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും മൂല കാരണം അവർ തന്നെയാണ്. നീ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിന്റെ പിതാവിന്റെ സങ്കടം ഇല്ലാതാക്കുവാൻ സാധിക്കും. ഭർത്താവിന്റെ ദുഃഖം ശമിപ്പിക്കാൻ നിന്നാൽ കഴിയുന്നത് ഒരു കഠിനമായ കാര്യം നീ ചെയ്യേണ്ടതായും വരും. സത്യം മാത്രം സംസാരിക്കുന്നവരിൽ ശ്രേഷ്ഠനായ നിന്റെ പിതാവിനെ കൊടുത്ത വാക്ക് പാലിച്ച് സത്യസന്ധനാക്കി മാറ്റുക നീ. അങ്ങനെ ചെയ്യുന്നത് മാത്രമാണ് രാജാവിന് മനസമാധാനം നൽകുക. പുത്രന്മാരിൽ മൂത്തവൻ നീയാണല്ലോ. എനിക്ക് നൽകാനായി 2 വരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പണ്ട് നിന്റെ പിതാവ് വളരെ സന്തോഷത്തോടെയും മനസ്സോടെയും നിന്നാൽ മാത്രം സാധിച്ചു കൊടുക്കാൻ കഴിയുന്ന ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് നൽകാമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നിന്റെ മുന്നിൽ ഇത് പറയാൻ മടിച്ചും ലജ്ജിച്ചും വലിയ സങ്കടത്തിലുമാണ് നിന്റെ പിതാവ് ഇരിക്കുന്നത്. നീ അടുത്തേക്ക് വരൂ. സത്യമാകുന്ന കയറിനാൽ കെട്ടപ്പെട്ട നിന്റെ പിതാവിനെ വേഗത്തിൽ രക്ഷിക്കാൻ യോഗ്യൻ നീ മാത്രമാണ്. പുത് എന്നു പേരുള്ള നരകത്തിൽ നിന്നും നിന്റെ പിതാവിനെ രക്ഷിക്കുന്നത് കൊണ്ട്
പുത്രൻ എന്ന വാക്ക് ബ്രഹ്മാവ് ശതപുത്ര സമുദ്ഭവൻ താമരയിൽ ജനിച്ചവൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നീ മനസ്സിലാക്കുക. മാതാവിന്റെ വാക്കാകുന്ന ശൂലം കൊണ്ട് മുറിവേറ്റതായി രാജകുമാരനായ ശ്രീരാമനും എത്രയുമേറ്റം വ്യർത്ഥനായി ചൊല്ലിനാൽ അത്യധികം ദുഃഖിതനായി പറയുവാൻ തുടങ്ങി. ഇത്രത്തോളം കാര്യങ്ങൾ അമ്മ എന്നോട് പറയേണ്ടതുണ്ടോ മാതാവേ? പിതാവിനു വേണ്ടി എൻ്റെ ജീവൻ തന്നെയാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിലും സീതയാണെങ്കിലും ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതിൽ യാതൊരു സംശയവുമില്ല. മനസ്സിൽ അതിനെക്കുറിച്ച് മറ്റൊരു വിചാരവുമില്ല. രാജ്യമാണെങ്കിലും പിതാവ് കൽപ്പിച്ചാൽ ഞാൻ ഉപേക്ഷിക്കുമെന്ന് അമ്മ മനസ്സിലാക്കൂ. ലക്ഷ്മണനെ പോലെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടാലും ആ ക്ഷണത്തിൽ തന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് അറിയുക. തീയൽ ചാടാനാണെങ്കിലും അതുപോലെ വിഷം കുടിക്കുവാനാണെങ്കിലും പിതാവ് കൽപ്പിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ എൻ്റെ മനസ്സിൽ ഒട്ടും മടിയില്ലെന്ന് അമ്മ മനസ്സിലാക്കിയാലും പിതാവിൻ്റെ കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടാതെ തന്നെ സന്തോഷത്തോടെ ചെയ്യുന്ന മകനാണ് ഉത്തമനായ മകൻ. പിതാവ് ആവശ്യപ്പെട്ടിട്ട് മാത്രം ചെയ്യുന്നവൻ മധ്യമനായ രണ്ടാമത്തെ തരത്തിലുള്ള പുത്രനാണ് എന്നറിഞ്ഞാലും പിതാവ് പറഞ്ഞാൽ പോലും ഈ കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്നവൻ പിതാവിൻ്റെ മലത്തിന് തുല്യമായവനാണെന്നും നല്ലവരായ ജനങ്ങൾ പറയുന്നു. ഇതെല്ലാം എനിക്കിപ്പോൾ വ്യക്തമായി അറിയാം. അതുകൊണ്ട് പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് യാതൊരു വിഷമവുമില്ലെന്ന് തീർച്ചയാണ്. ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ വീണ്ടും സത്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഈ വാക്ക് വലിയൊരു മാറ്റമില്ല. ശ്രീരാമന്റെ ഈ ദൃഢപ്രതിജ്ഞ കേട്ട് കൈകേയി രാമനോട് ഉടൻ തന്നെ ആദരവോടെ പറയുവാൻ തുടങ്ങി. നിന്റെ പട്ടാഭിഷേകത്തിനായി പിതാവ് ഉടൻ തന്നെ ബഹുമാനത്തോടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൂജാസാധനങ്ങളും വസ്തുക്കളും ഉപയോഗിച്ച് അഭിഷേകം ഭരതന് നടത്തണം. രണ്ടാമത്തെ വരമായി എനിക്ക് വേറെ ഒരു കാര്യം കൂടിയാണ് ആവശ്യമുള്ളത്. നീ 14 വർഷക്കാലം കാട്ടിൽ തപസ്വിയുടെ വേഷത്തിൽ ജീവിക്കുകയും വേണം. നിന്നോട് ഇത് കൽപ്പിക്കാൻ വേണ്ടി മടിയുള്ളതുകൊണ്ട് രാജാവിന് ഇത്രയും വലിയ സങ്കടമായിരുന്നു. അത് കേട്ടപ്പോൾ ശ്രീരാമൻ മറുപടി പറഞ്ഞു, ഇതിൽ വിഷമിക്കേണ്ടതായി എന്താണുള്ളത്? ഭരതന് അഭിഷേകം നടത്തിയേക്കൂ. ഞാൻ ഇനി വൈകാതെ തന്നെ കാട്ടിലേക്ക് പോയിക്കൊള്ളാം അമ്മേ. എന്നോട് ഈ കാര്യം നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? മനസ്സിൽ വിചാരിച്ച് വിഷമിക്കുവാൻ പിതാവ് എന്താണ് കാരണം? ഈ രാജ്യം ഭരിക്കാൻ ഭരതൻ സർവ്വതാ യോഗ്യനാണ്. രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാൻ ഞാനും യോഗ്യനാണ്. വലിയ ഭാരവും കഷ്ടപ്പാടുമുള്ള കാര്യമാണ് രാജ്യം ഭരിക്കുക എന്നുള്ളത്. ദണ്ഡകാര്യത്തിൽ ജീവിക്കുന്നത് ഏതിലും എത്രയോ എളുപ്പമാണ്. എന്നോട് വലിയ സ്നേഹമുള്ള അമ്മയ്ക്ക് എൻ്റെ ശരീരത്തെ മാത്രം കാത്തു സൂക്ഷിക്കുവാൻ അനുവാദം തന്നതുകൊണ്ട് അമ്മയുടെ വാക്ക് പാലിക്കാൻ മകൻ പുറപ്പെടുന്നത് ആകാശഗംഗയിലെ പാതാളത്തിലേക്ക് വേഗത്തിൽ ഒഴുകിക്കൊണ്ടുപോയി ഭഗീരഥനെ പോലെയാണ്. പിതൃക്കൾക്ക് തൃപ്തി വരുത്തി പുരു രാജാവാകട്ടെ തൻ്റെ പിതാവിനെ തൃപ്തനാക്കി മാറ്റി സ്വന്തം യൗവനം പിതാവിന് നൽകി പകരം പിതാവിൻ്റെ വാർദ്ധക്യവും നരയും ഏറ്റുവാങ്ങി. പിതാവിൻ്റെ പ്രീതി കാരണം അവർ ദിവ്യന്മാരായി തീർന്നു. എന്നാൽ വളരെ ചെറിയൊരു കാര്യം വിചാരിച്ച് എൻ്റെ പിതാവ് ഇങ്ങനെ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട ദശരഥ രാജാവ് കടുത്ത സങ്കടത്തോടെ മകനോട് പറഞ്ഞു, സ്ത്രീക്ക് അടിമപ്പെട്ടവനും കാമാതുരനുമായി അധമനായ രാജാവായ എന്നെ ഉടൻ തന്നെ കയറുകൊണ്ട് കെട്ടിയിട്ട് നീ രാജ്യം പിടിച്ചടക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് യാതൊരു ദോഷവും കുറ്റവും സംഭവിക്കില്ല. അല്ലാത്ത പക്ഷം സത്യം ലംഘിച്ചു എന്ന വലിയ പാപം എനിക്ക് വരും. രാമ, ഗുണസമുദ്രമേ, ഗുണപൂർണനായ കുമാര. ചക്രവർത്തിയായ ദശരഥ രാജാവ് വീണ്ടും ഇപ്രകാരം പറഞ്ഞ് ആർത്ത് കരയുവാൻ തുടങ്ങി. അയ്യോ രാമ, ലോകനാഥ, ഹാ രാമ, ഹാ രാമ, എൻ്റെ പ്രാണന് തുല്യം പ്രിയപ്പെട്ടവനെ, നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും? എന്നെ ഉപേക്ഷിച്ച് നീ ഭയങ്കരമായ കാട്ടിൽ എങ്ങനെയാണ് പോവുക എൻ്റെ മകനെ? എന്നിങ്ങനെ പലവിധത്തിലുള്ള സങ്കടങ്ങൾ പറയുകയും കണ്ണുനീർ ധാരധാരയായി ഒഴുകി കരയുകയും രാമനെ വീണ്ടും വീണ്ടും മുറുകെ കെട്ടിപ്പുണരുകയും പിന്നീട് ചൂടുള്ള നെടുവീർപ്പുകൾ വിടുകയും ചെയ്തുകൊണ്ട് തീവ്രമായ ദുഃഖത്തിലായ പിതാവിനെ കൊണ്ട് ഉടൻ തന്നെ തൻ്റെ കൈകൾ കൊണ്ട് തണുത്ത വെള്ളമെടുത്ത് രഘുശ്രേഷ്ഠനായ ശ്രീരാമൻ പിതാവിൻ്റെ കണ്ണുകളും മുഖവും തുടച്ചു കൊടുത്തു. ചേർത്ത് പിടിച്ചു നീതിപൂർവമായ മനോഹരമായ വാക്കുകൾ സംസാരിച്ചു. കാര്യവിചാരത്തിൽ സമർത്ഥനായ രാമൻ അപ്പോൾ പിതാവിനെ ആശ്വസിപ്പിച്ചു. എന്തിനാണ് എൻ്റെ പിതാവ് വെറുതെ ഇങ്ങനെ വിഷമിക്കുന്നത്? രാജാവ് ഇതിൽ എത്ര വിഷമിക്കേണ്ടതായിട്ട് എന്ത് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്? സത്യം കാത്തു സൂക്ഷിക്കുവാനും രാജ്യം ഭരിക്കുവാനും ഞങ്ങൾ രണ്ടുപേരും യാതൊരു കഴിവുകേടുമില്ല.
എൻ്റെ സഹോദരൻ ഭരതൻ നാടുഭരിക്കട്ടെ. സന്തോഷത്തോടെ ഞാൻ കാട്ടിൽ പോയി ജീവിക്കുകയും ചെയ്യാം. ചിന്തിച്ചു നോക്കിയാൽ രാജ്യഭരണം ചുമക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ സുഖവും സമാധാനവും വനത്തിൽ ജീവിക്കുന്നതാണ്. എനിക്ക് യാതൊരു കഷ്ടപ്പാടുമില്ലാത്ത കാര്യമാണത്. അമ്മ എനിക്കായി നിശ്ചയിച്ച കാര്യങ്ങൾ വളരെ ഉചിതമായിരിക്കുന്നു. സ്വന്തം മാതാവായ കൗസല്യെ വന്ദിക്കുകയും സീതയോട് കാര്യങ്ങൾ അറിയിക്കുവാനും ഇനി വൈകാതെ ഞാൻ പോകട്ടെ എന്ന് ശ്രീരാമൻ അനുവാദം ചോദിച്ചു ദശരഥനോട്. ഭഗവാനായ ശ്രീരാമൻ അമ്മയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ച ആ സമയത്ത് ധർമ്മനിഷ്ഠയായ ആ മാതാവാകട്ടെ സർവ്വസമ്മതത്തോടെ ബ്രാഹ്മണരെ കൊണ്ട് യജ്ഞങ്ങളും പൂജകളും തൻ്റെ മകന്റെ സർവ്വനന്മയ്ക്കും ഐശ്വര്യത്തിനുമായി ചെയ്യിക്കുകയും അളവറ്റ ധനവും വസ്തുക്കളും വളരെ ആദരവോടെ ദാനം നൽകുകയും ചെയ്തിരുന്നു. ഭക്തിയോടെ ഭഗവാന്റെ താമരപാദങ്ങളിൽ മനസ്സ് ഇളകാതെ നന്നായി ഉറപ്പിച്ചു നിർത്തി അവർ ഈശ്വരധാന്യത്തിൽ ഇരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അടുത്തേക്ക് എന്ന മകനായ രാമനെ അവർ കണ്ടിരുന്നില്ല. അപ്പോൾ കൗസല്യയുടെ അടുത്തേക്ക് ചെന്ന് വളരെ സന്തോഷത്തോടെ സുമിത്രാദേവി പറഞ്ഞു, രാമൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഹേ രാജപ്രിയെ, ഇങ്ങോട്ട് നോക്കൂ. തന്നോട് വന്നിച്ചു നിൽക്കുന്ന മകനായ രാമനെ വേഗത്തിൽ അവർ മുറുകെ കെട്ടിപ്പുണർന്നു. പിന്നീട് അവനെ മടിയിലിരുത്തി ശിരസിൽ സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും മണപ്പിച്ചു വിട്ട് കറുത്ത താമരീതൽ പോലെ സുന്ദരമായ ശ്യാമവർണവുമായ തിരുശരീരം മെല്ലെ മെല്ലെ തലോടിക്കൊണ്ട് അമ്മ പറയുവാൻ തുടങ്ങി. എൻ്റെ മകനെ, നിന്റെ താമരമുഖം വാടാൻ കാരണം എന്താണ്? എനിക്ക് വളരെ വിശക്കുന്നുണ്ടോ? നീ വേഗത്തിൽ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചുവാലും എന്ന അമ്മ പറഞ്ഞതിനെ തുടർന്ന് ഉള്ളിൽ വന്ന സങ്കടത്തെ എല്ലാം ഒതുക്കി വെച്ച് ശ്രീരാമൻ തൻ്റെ അമ്മയോടായി പറഞ്ഞു, അമ്മേ, എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമില്ല. ഞാൻ വേഗത്തിൽ തന്നെ കാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. മുൻപ് കൈകേയി രാജകുമാരിയായ കൈകേയിയെ അമ്മയ്ക്ക് എൻ്റെ പിതാവ് 2 വരങ്ങൾ നൽകിയിരുന്നു. അതിലൊന്ന് ഭരതനെ രാജാവായി വാഴിക്കുക എന്നുള്ളതും രണ്ടാമത്തേത് എന്നെ കാട്ടിലേക്ക് അയക്കുക എന്നുള്ളതുമാണ്. അവിടെ 14 വർഷം ജീവിച്ച് അതിനുശേഷം ഞാൻ ഒട്ടും വൈകാതെ തിരിച്ചെത്തിക്കൊള്ളാം. മനസ്സിൽ യാതൊരുവിധ സങ്കടവും വിചാരിക്കാതെ സന്തോഷത്തോടെ അമ്മ ഇവിടെ കഴിച്ചു കൂട്ടിയാലും. ശ്രീരാമനെ ഈ വാക്കുകൾ കേട്ട മാതാവായ കൗസല്യ, ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.